ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളേവരെയും ഈ സ്തുതി ആരാധന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിന് ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം? തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്തുതിക്കുവിൻ, ആരാധിക്കുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതവും ജീവനും കാത്തുപരിപാലിക്കുന്നത് ദൈവമായ കർത്താവാണ്. ആയതിനാൽ സൃഷ്ടികളായ നമ്മൾ ഓരോരുത്തരും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. ഈ ആരാധന ശുശ്രൂഷയിലേക്ക് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പുതിയ ഒരു അഭിഷേകം പ്രാപിക്കുവാൻ, പുതു ചൈതന്യം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഗ്നിയാൽ നിറയപ്പെടുവാൻ ഈ ശുശ്രൂഷ നമ്മളെ എല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 22-ാം സങ്കീർത്തനം 3-ാം തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മൾ പരിശുദ്ധ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. നമുക്ക് വായിച്ചു കേൾക്കാം. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ വചനം ഞങ്ങളോടൊപ്പം ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 22:3. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധനായ ദൈവത്തെ, ഈ പരിശുദ്ധ പരമോന്നതനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ തയ്യാറാകാം. എന്തെന്നാൽ നമ്മളെ നയിക്കുന്നത്, നമ്മെ പരിപാലിക്കുന്നത്, ദുഷ്ടനെയും സൃഷ്ടനെയും ഒരുപോലെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം. എന്നാൽ നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ആകയാൽ നമുക്ക് വലിയ വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ആ പരിശുദ്ധ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധനായ ദൈവത്തെ പാടി സ്തുതിക്കാം. 27-ാം സങ്കീർത്തനം 1-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനുഷ്യരെ പേടിക്കേണ്ടവരല്ല. നമ്മൾ മനുഷ്യർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തളർന്നു പോകേണ്ടവരല്ല. കർത്താവാണ് എൻ്റെ സഹായകൻ, അവിടുന്നാണ് എൻ്റെ ശക്തിയും പാറയും കോട്ടയും. ഈ വിശ്വാസം, ഈ വലിയ ബോധ്യം, ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുവാൻ ഈ കീർത്തനഗാനം നമ്മെ സഹായിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ഏറ്റുപാടി ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ.
എന്തെന്നാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. അങ്ങ് മാത്രമാണ് സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ദൈവത്തിന്റെ ജനമേ, നമുക്കൊന്ന് ചേർന്ന് ഈ കീർത്തനഗാനം പാടി ആരാധിക്കാം. എല്ലാ ഹൃദയങ്ങളും എല്ലാ ചിന്തകളും ഈ ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കട്ടെ. ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. ഏറ്റു പറയാം. അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും ഹല്ലേലൂയ. അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ. അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ പരിപൂർണമായും സർവശക്തിയോടും കൂടി അങ്ങേ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നപ്പാ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. ഒരിക്കൽ കൂടി പാടാമോ എന്നോട് ചേർന്ന്? സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, അവൻ നമ്മുടെ സൃഷ്ടാവാണ്. നിത്യനാം ദൈവമേ എന്നേശുവേ. നിത്യനായ ദൈവം, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ഏറ്റുപാടട്ടെ. വീരനാം ദൈവമേ, അങ്ങേ ഒരിക്കൽ കൂടി വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ദൈവത്തിന്റെ ജനമേ, ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാനായി കരങ്ങൾ ഉയർത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഉയരട്ടെ, ചിന്തകൾ ഉയരട്ടെ. പരമപരിശുദ്ധനായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ പൂർണ്ണമായും ഇരുകരങ്ങളും ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ചാരാധിച്ച്, ദൈവത്തെ പാടി ആരാധിച്ച്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആകയാൽ പ്രിയപ്പെട്ട ജനമേ, സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അതു കൂരിരുളായാലും അതു താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. യേശുവേ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. ദൈവമേ അങ്ങേ ചേർന്ന് പാടാമോ? പരിശുദ്ധനെ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ. ഓ യേശുവേ, കർത്താവേ, ഈ സമയം നിന്റെ സ്നേഹത്തിന്റെ നീർച്ചാൽ പൊട്ടിപ്പുറപ്പെടുവിക്കണമേ. നിന്നെ വിളിച്ചപേക്ഷിച്ച്, നിന്നെ സ്തുതിച്ചാരാധിച്ച ഓരോ ജീവിതങ്ങളിലേക്കും യേശുവിന്റെ സമാധാനവും സൗഖ്യവും പാഞ്ഞിറങ്ങട്ടെ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അതിരറ്റ സ്നേഹം, മാറ്റമില്ലാത്ത ദൈവ കൃപ നമ്മുടെ ജീവിതത്തെ ഉടനീളം നയിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവിടുത്തെ പരിശുദ്ധ വചനത്തിലൂടെ നൽകി സഹായിക്കുന്നു. ആകയാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് ദൈവം. നമ്മെ ലോകത്തിൽ പല മേഖലകളിൽ നമ്മെ ആഞ്ഞടിച്ച് തകർക്കുവാൻ ശ്രമിക്കുമ്പോഴും, വലിയ ഭാരങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോഴും നാം മനസ്സ് പതറരുത്. നാം ചിന്തിക്കരുത്, ഇനി എൻ്റെ ജീവിതം തീർന്നു പോയോ, ഇനി എനിക്കൊരു ഉയർച്ചയില്ലേ, ഇതിനെ ഞാൻ എങ്ങനെ നേരിടും? ഭയപ്പെടേണ്ട, ദൈവവചനത്തിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, പ്രതികൂലങ്ങളുണ്ടായാലും, രോഗപീഠകളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, മറ്റെന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ദൈവവചനത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ, വ്യക്തിയാണെങ്കിൽ, നീ ഭയപ്പെടേണ്ട. കർത്താവ് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ കൂടുതൽ വിശ്വാസവും ഉറപ്പും നമുക്ക് ലഭിക്കണം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 30-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്: വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലത്തു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം
ജെറീക്കോ കോട്ടയുടെ ചുറ്റും 7 പ്രാവശ്യം വലത്തുവെച്ചപ്പോൾ, അതായത് ചുറ്റി നടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ, വൻമതിലായ ജെറീക്കോയുടെ കോട്ട തകർന്നു വീണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവം മകനാണെങ്കിൽ മകളാണെങ്കിൽ, നിന്റെ ചുറ്റും ഏതെല്ലാം കോട്ടകൾ ഉയർന്നു നിന്നാലും, നിന്റെ മുമ്പിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു നിന്നാലും, അതിനെയെല്ലാം പരാജയപ്പെടുത്തി നിന്നെ വിജയത്തിലേക്ക് നയിക്കുവാൻ നമുക്കൊരു ക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ! നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ആ ദൈവത്തെയാണ്, ആ ജീവനുള്ള ദൈവത്തെയാണ് നാം പാടി ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനമാണ് നാം ഗാനങ്ങളിലൂടെ പാടി വിശ്വാസത്താൽ നിറയപ്പെടുന്നത്. ഹല്ലേലൂയ! അടുത്ത ഒരു ഗാനം നമ്മെ ഏറെ വിശ്വാസത്തിലൂടെയും ഏറെ ശക്തിയിലൂടെയും കൃപാവരത്തിലും നയിക്കുന്ന ഒരു ഗാനമാണ്. നമുക്ക് ചേർന്ന് പാടി ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാം. പ്രത്യാശയിൽ കുറെ കൂടി മെച്ചപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ ഉടമയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഗാനത്തിലൂടെ നയിക്കുമാറാകട്ടെ. ഹല്ലേലൂയ! വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഒരിക്കൽ കൂടി പാടാമോ? കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അതെ, നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചെങ്കോട്ടകളെ, വൻമതിലുകളെ നമുക്ക് വീഴ്ത്താൻ സാധിക്കണം. ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഈ ഗാനത്തിന്റെ ഈരടികൾ പാടി വിശ്വാസത്താൽ ഉറയ്ക്കട്ടെ. എല്ലാ കോട്ടകളും തകർക്കപ്പെടട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ആമേൻ. ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒരിക്കൽ കൂടി ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. വിശ്വാസത്തോടെ പാടുകേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഒരിക്കൽ കൂടി പാടാമോ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ
നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ വീണ്ടും ശക്തിപ്പെടുത്തും. നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ചേർന്ന് പാടാം. ഹല്ലേലൂയ. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. 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 ഓ, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഒരിക്കൽ കൂടി പാടാമോ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 4 നാളായാലും നിന്റെ ജീവിതം അസ്തമിച്ചു പോയെന്ന് പറഞ്ഞാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, അതിന്റെ മേൽ വിജയം പ്രാപിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിച്ചേ, അവൻ നമ്മളെ കൈപിടിച്ച് വീണ്ടും ഉയർത്തും. നിന്റെ തകർച്ചകളിൽ നിന്ന് വീണ്ടും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ഏറ്റുപാടാം. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുന്നിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. ഓ, വിശ്വസിച്ചാൽ മഹത്വം കാണും, യേശുവിന്റെ മഹത്വം സാത്താന്റെ പ്രവർത്തികൾ തടിയട്ടെ. ഒരിക്കൽ കൂടി. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചേർന്ന് പാടാമോ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഈ വിശ്വാസത്തിന്റെ നിറവിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചാരാധിക്കാം. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നതുപോലെ കർത്താവേ, അപ്പാ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. ഈ സമയം നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും വിശ്വാസത്തോടെ ഈ സ്തുതിയോട് ചേർന്ന് സ്തുതിച്ചാരാധിച്ച്
ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദൈവം മാറ്റിമറിച്ച് നിങ്ങളെ ശക്തനാക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വലിയ ബോധ്യത്തോടു കൂടി നമുക്കൊന്നു ചേർന്ന് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിച്ചേ. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാതെ വിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നോക്കി നീ ദൂരം പോകുവിൻ. ആ പ്രശ്നങ്ങളുടെ മേൽ വിജയിക്കുവാൻ എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ അപ്പാ ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. എത്ര വലിയ പ്രശ്നങ്ങളിൽ എൻ്റെ മുകളിൽ ഉയർന്നു നിന്നാലും ആ പ്രശ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ ശുശ്രൂഷയിലായിരുന്ന ഓരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നല്ല ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം കേട്ട എല്ലാ ജീവിതങ്ങളിലേക്കും പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.